السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح رأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. الصلاة والسلام عليك يا سيدي يا جدي يا رسول الله أنت عمدتي فاغتني في شدتي. ആദരണീയരായ തങ്ങളവറുകളെ, CMA അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, നമ്മോട് ഇത്ര നേരം വളരെ ഹൃദയസ്പർശായ ഭാഷയിൽ നമ്മളോട് സംവദിച്ച ഇസ്മായിൽ ദേശമംഗലം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ സ്ത്രീകൾക്ക്, ആണുങ്ങൾ കൊടുത്തിനോ മോനെ, സ്ത്രീകളുടെ ഭാഗത്ത് കവർ ഏൽപ്പിച്ചിട്ടുണ്ട്. തിരിച്ചു തരണം, കവറായിട്ട് തിരിച്ചു തരണം, അതിലിട്ടിട്ടുണ്ട് തിരിച്ചു തരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ പൊന്നിട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എടുത്തുകൊണ്ട് തരണം. പോലെ അതിൽ പൊന്നിട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എടുത്തുകൊണ്ട് തരണം. ചിലപ്പോൾ പൊന്നിട്ട് തരും കേട്ടാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വളരെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അസോസിയേഷനാണിത്. പാവങ്ങളെ സഹായിക്കണം. ചെറിയ ചെറിയ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരെല്ലാം കൂടി സംഘടിച്ച് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട വിവാഹത്തിന് തയ്യാറായിട്ടുള്ള, വിവാഹം കഴിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക്, അതുപോലെ രോഗികൾക്ക് ഒക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി സംഘടിച്ചവർ, അല്ലാഹു അതൊക്കെയും കബൂൽ ചെയ്യട്ടെ. ചെറിയൊരു കാര്യമല്ല അവരങ്ങനെ ആ പ്രവർത്തനത്തിലൂടെ നിന്നത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഉപദേശിച്ച ഉപദേശങ്ങളിൽ മിസ്കീന്മാരോട് ഹുബ്ബ് വെക്കാൻ, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പാവങ്ങളോട് ഒരു പിരിശം വെക്കാൻ. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആള് പാവങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് ദുനിയാവിൽ സ്വർഗവും നരകവും നമ്മൾ ഉണ്ടാക്കിയ ദുനിയാവിലാണ്. ഒരുപാട് പൈസ ഉണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, നല്ല ഇന്നോവ കാറ്, മോന് ഫോർച്യൂണർ, പുതിയാപ്പിളക്ക് ഡബിൾ ഫോർച്യൂണർ, മറ്റോ മോനാണെങ്കിൽ ബുള്ളറ്റ്, നല്ല മിലിറ്ററി ബുള്ളറ്റ്, ഇങ്ങനെ നടക്കും. ആടെയാണെങ്കിൽ ഒരുത്തിന് സൂക്കേടും ഇല്ല, ഇടങ്ങേറും ഇല്ല. എന്ത് കച്ചവടം ചെയ്താലും ഭയങ്കരം തന്നെ. ഓന് ചെറിയ വെഹിക്കിൾ ഇട്ടാലും വലുതായി. തൊട്ടിപ്പുറത്തുണ്ട് ഒരു മൂസാക്കാക്ക് ഹജ്ജും ചെയ്യാൻ കഴിയില്ല, ഉംറയും ചെയ്യാൻ കഴിയുന്നില്ല. മൂസാക്കാന്റെ മക്കെല്ലാം കറുത്തിട്ടും കിട്ടുന്ന പുതിയാപ്പിളായിട്ട് അപ്പുറത്തെ കറുപ്പ്. കച്ചവടാണെങ്കിൽ തൂഫാൻ, ഒന്നും എങ്ങനെ വലിയ കച്ചവടം ചെയ്താലും ഒന്നുമില്ല. അപ്പൊ നമ്മ വിചാരിക്കും ഇയാള് നരകത്തിൽ ഇയാള് സ്വർഗത്തിൽ. എന്ത് സ്വർഗകരമായ ജീവിതം എന്ന് പറയും. മറ്റേ ആള് കണക്കൂട്ടും, അയാൾ ഓള് കണക്കൂട്ടും. എന്തിങ്ങനെ നിങ്ങൾ ഏട്ടം നോക്കിയ എത്ര നല്ല രീതിയിലായി, എത്ര നല്ല ഉയർച്ചയിലാണ്. അയാൾക്ക് സ്വർഗം തന്നെയല്ലേ, നിങ്ങൾക്ക് നരകം തന്നെയല്ലേ. ദുനിയാവിൽ നമ്മൾ കരുതുന്ന സ്വർഗവും നരകം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുണ്ടോ, ഒരുപാട് സൗകര്യങ്ങളുള്ള വീടുണ്ടോ, ഒരുപാട് വേലക്കാരത്തികളുണ്ടോ, എന്ന് കൊടകുന്നും വന്നിട്ട് താമസിക്കുന്ന വേലക്കാരത്തികളുണ്ടോ എന്ന ആർക്ക് സ്വർഗായി? അന്തൂച്ചാക്ക് സ്വർഗായി. ഇപ്പുറത്ത് അന്തൂച്ചാക്കോ നരകം തന്നെ. അടുത്ത അവസ്ഥയോ വല്ലാത്ത പരിതാപകരം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നമ്മൾ അങ്ങനെയാ വിലയിരുത്തല്. നമ്മൾ കയ്യിലുള്ള സമ്പത്ത് നോക്കി പറയും ഇവർക്ക് സ്വർഗം, മറ്റവർക്ക് നരകം. നമ്മൾ ആസ്പത്രി പോയാൽ ഗവൺമെന്റ് ആസ്പത്രി തന്നെ ആ പത്മനാഭനെ കാണാന് ക്യൂ നിന്നിട്ട് കണ്ടാൽ 2 മിനിറ്റ് കൊണ്ട് പോകാൻ എല്ലാം ഫൂന്നാക്കി ഓതിയിട്ട് വിടും. ഇവര് പോകുന്നത് എവിടെയാ? മംഗലാപുരത്ത് വലിയ വലിയ ആസ്പത്രിയിലെ മിംസിലല്ല പോവാ.
അങ്ങനെ മഹാന്മാർക്കായ വലിയ വലിയ ഡോക്ടർമാരെടുത്ത് പോയിട്ട് വരുന്നവരാ പൈസക്കാര്. പോരിക്ക് സ്വർഗീയമായ ഡോക്ടർമാരും. അള്ളാഹു കാക്കട്ടെ. സ്വർഗവും നരകവും നമ്മൾ കണക്കൂട്ടി എവിടെയാ എന്ന യഥാർത്ഥത്തിൽ എവിടെയാ ഉള്ളത്? എവിടെയാ? മക്കത്താ. നമ്മൾ ഈടെ ഒരു സ്വർഗം വേണമില്ല, കാസർഗോഡ് ഒരു സ്വർഗം വേണം. ഉണ്ട്. നമ്മളെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ട് സ്വർഗത്തിലാ പോയില്ലോ പറഞ്ഞു. ഞാൻ പറയും അൽഹംദുലില്ലാ, എളുപ്പമായല്ലോ. ഈടെ സ്വർഗം ഇല്ലല്ലേ? അടുക്കത്ത് തന്നെ സ്വർഗം. അള്ളാഹു നമ്മളെല്ലാം സ്വർഗത്തിലെത്തിക്കട്ടെ. അപ്പൊ ഈ സ്വർഗത്തിലുള്ളതാരാ? കാസർഗോഡ് സ്വർഗത്തിലല്ലേ? യഥാർത്ഥ സ്വർഗം എവിടെയാ? മരണത്തോട് കൂടി കിട്ടുന്നതല്ല സ്വർഗം. ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കരഞ്ഞ എന്തിനാ കരഞ്ഞേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന് നരകത്തിന്റെ കഥ പറഞ്ഞാലൊന്നും കരയൂല, പക്ഷെ കബറ്റിന്റെ അടുത്ത് പോയാൽ പൊട്ടിക്കരിയും. കാരണം ഖബർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാലം ജീവിക്കണം. ദുനിയാവിൽ പത്രാസിൽ നടന്നവനുണ്ടാവും, വിളിച്ച മംഗളത്തിനും വിളിക്കാത്ത മംഗളത്തിനും ആദ്യം തന്നെ പോയിട്ട് മട്ടൻ ബിരിയാണി അടിച്ചോനെല്ലാം ഉണ്ടാവും. ഒരിടങ്ങേറുമില്ല. ഓൻ അങ്ങോട്ട് പോവാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി എല്ലായിടത്തും ഏട്ടന്റെ മക്കൾ, അനിയന്റെ മക്കൾ, പെങ്ങളെ മക്കളെല്ലാം ഉണ്ടാവും. ഏതെങ്കിലും ബേജാറ് വന്ന ഏതെങ്കിലും എന്നെ പോലത്തെ തങ്ങന്മാരെ പോയി കാണുകയും ചെയ്യും. ഒന്നും ഇട്ടില്ല. എന്ന് ഇതൊന്നും അല്ലാത്തൊരു ജീവിതം ഒറ്റക്ക് കിടക്കുന്നത്. നമ്മൾ ഇത്രയും കാലം ബോഡി സ്പ്രേ ഉള്ളിലും പുറത്ത് മറ്റേ സ്പ്രേയും നമ്മൾ ഒന്നും കൊണ്ടാണ്ട് പോകുന്ന സമയത്ത് മൈലാഞ്ചിന്റെ ഇല ഇട്ടാന്നിട്ട് നമ്മളെ കിടത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അടുത്തേക്ക് പോകുമ്പോ നമ്മളെ മേത്തിട്ടിനേതാ ഇലയാന്ന്. പിന്നെ ഒരു തുണിഷോപ്പുകാരൻ കൊടുത്തൊരു അത്ര ഉണ്ട്, ഓന്റെ അടുത്തുള്ള ലോക്കൽ അത്ര മരിച്ചിട്ട് പറ്റുന്ന അത്ര അതാണ്. ഇതുവരെ ഹൂദിന്റെ അത്ര ഹുദിന്റെ അത്ര എല്ലാം പറ്റിയവനെല്ലാം മരിച്ച കിറ്റിലുള്ള ഒരു അത്രയും പറ്റിയിട്ട് നമ്മൾ അയക്കും. 15 ഉറുപ്പികയില്ലോ ഇനി. മരിച്ച മണവും തന്നെ, അല്ലാതെ ടെൻഷൻ ആ മണം കേൾക്കുമ്പോൾ തന്നെ. ഇതും അണച്ചിട്ട് നമ്മൾ ഈ കുണ്ടിക്കൊണ്ടാക്കൂ. ഇവിടുന്ന് അങ്ങോട്ടാ നമുക്ക് സ്വർഗം കിട്ടേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ടാ സ്വർഗീയ ജീവിതങ്ങള്. അവിടെ നിന്ന് അങ്ങോട്ടാണ് എല്ലാ സുഖ സൗകര്യങ്ങളും. ദുനിയാവിലെ സുഖ സൗകര്യങ്ങളല്ല, അവിടുത്തെ ആ സുഖ സൗകര്യങ്ങളും ആ അനുഗ്രഹങ്ങളും കിട്ടണോ? ദുനിയാവിൽ നമ്മൾ ഒന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്താ? ദുനിയാവിലെ നമ്മളെ പത്രാസിന്റെ ജീവിതം ഒരിക്കലും ആടെ സുഖ സൗകര്യങ്ങൾ കിട്ടാൻ ഇടവരുന്നതല്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നമുക്കൊക്കെയും. ഖബറിനൊരു വല്ലാത്ത സ്വഭാവമുണ്ട്. ഖബർ ആദ്യം തന്നെ വെച്ചാൽ കെട്ടിപ്പിടിച്ചൊരു മുത്തും ഖബർ ഒന്ന് വല്ലാത്ത പിടുത്താണ്. വാരിയല് തമ്മിൽ കൂട്ടിയടിച്ചിട്ട് ആ വാരിയല് പൊട്ടുന്ന സ്മെല്ല് ശബ്ദം കേൾക്കും. എല്ലാരെ ഖബറും ഹബീബാ നബി തങ്ങളുടെ മകളെ ഖബറാടെ വെച്ചിട്ട് ഖബറിങ്ങനെ മൂടുകല്ലും വെച്ച് മണ്ണിടുമ്പോഴത്തേക്ക് തന്നെ തങ്ങള് കണ്ണെന്നിങ്ങനെ ബേജാറ് മുഖം വരാൻ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ? അപ്പം പറഞ്ഞു, എന്റെ മോളെ ഖബർ ഇടുക്കുമ്പോ കേട്ട ശബ്ദാൻ. എല്ലാരെ ഖബറും അങ്ങനെ ചെയ്യും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അവിടെ സുഖം വേണോ, അവിടെ സൗകര്യം വേണോ? നാട്ടിലെ പത്രാസോ പാർലമെന്റിലെ ജീവിതോ നിയമസഭയിലെ ജീവിതോ അല്ലെങ്കിൽ MP-ന്റെ ചങ്ങായിത്തോ ഒന്നും ആടെ നടക്കൂല. ആടെ വേണ്ടത് ദുനിയാവിൽ നമ്മൾ എന്താ നന്മ ചെയ്ത ആ നന്മ. എന്താ ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാല്? ഒരാൾക്ക് ഒന്നും കൊടുക്കൂല, ആരെ കാര്യത്തിൽ ഇടപെടില്ല. ഇവിടുന്ന് കാറെടുത്ത് നേരെ പീടി പോവും, എന്നിട്ട് ആടുന്ന് നേരെ ഈടിയും വരും. വേറെ ഒരാളെ വിഷയത്തിലുമില്ല. പാവങ്ങളെ വിഷയം വന്നാലോ, പാവങ്ങളെ വിഷയം വന്നാല് കൊടുത്താ കൊടുത്ത് 1000 അല്ലെങ്കിൽ 2000. അല്ലാഹു കാക്കട്ടെ. പാവങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നോ അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ നാളെ മഹ്ശറിൽ നമുക്ക് ഗുണം കിട്ടൂ. വല്ലാത്ത ബേജാറിന് മഹ്ശറിന്റെ കഥ പറയുമ്പോൾ നല്ല രസാ. അല്ല ഈ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പൊരയില്ലാത്ത കുറെ എണ്ണത്തിന് പിടിച്ചു നിർത്തും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വിഷമം തോന്നണ്ടാ? നിങ്ങളെ ഞാനിങ്ങനെ പഠിച്ചപ്പോ നിങ്ങൾക്ക് സങ്കടം തോന്നിയിട്ടില്ലേ? പഠിച്ചവനെ എന്നെ ഒരു ദുരിതത്തിലാക്കിയനി, എനിക്കെന്താ ഇത്ര പ്രയാസം തന്നത്? എന്റെ മക്കളാണെങ്കിൽ ഒരു നിലക്കെത്തുന്നില്ലല്ലോ. എന്റെ മക്കൾക്ക് പെണ്ണിന് പുതിയാപ്പിളയും പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പോയില്ലേ? എന്റെ ഭാര്യയ്ക്ക് തീരാത്ത നടുവേദന കൊണ്ട് ഒയലേന്ന് എന്നല്ല നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങളെ പോരൊക്കെ ഒരു കാറില്ല, ഒരു 2 വീലറാ ഉള്ളത്. അതാണെങ്കിൽ അങ്ങേറ്റത്ത് എത്തിപ്പോയി.
അങ്ങനെയല്ല വിഷമിച്ചപ്പോ സങ്കടം തോന്നിയിട്ടില്ലേ? തൊട്ടിപ്പുറത്ത് അഹമ്മദാജിന്റെ പുറം ഇങ്ങനെല്ലാം കണ്ടപ്പോ അല്ല എന്നെ എന്തെങ്കിലും ആക്കി തോന്നിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പഠിച്ചോനേ ഇല്ല, നമുക്ക് ഇപ്പൊ അതിന്റെ സുഖം കിട്ടിയെന്ന് പറയും. എന്താ കാരണം? ഇപ്പൊ അതിന്റെ ഗുണം കിട്ടിയ. കണ്ണില്ലാത്തവൻ പറയും അള്ളാഹുവേ നീ ചെയ്തത്ര നിഅമത്താ. കണ്ണിന്റെ ഹിസാബില്ലല്ലോ. ഏറ്റവും വലിയ ഹിസാബ് ഏതാ? കണ്ണിന്റെ ഹിസാബാണ്. കണ്ണിന്റെ ഹിസാബാണ്. ഇപ്പൊ ചിലവൻ വന്നിട്ട് പറയും തങ്ങളെ പീടിക്ക് ബർക്കത്തില്ല എന്ന് പറയും. പീടിയയില് ബർക്കത്തില്ല. ഞാൻ ഇനി ആയത്തുൽ കുർസിയെല്ലാം എഴുതി തൂക്കിയാണോ? ആ എഴുതി തൂക്കി. എന്താ പിന്നെ? കണ്ണിന്റെ വ്യഭിചാരം അവിടെ നടക്കും. പീടിയിൽ ആരെ വെച്ചാലേ റായത്താവൂ? പെണ്ണിനെ വെച്ചാലേ റായത്താവും. ചെലോനിയല്ലോ അല്ലേ? എനിക്ക് എല്ലാരെയും കഥയല്ലേ പറയുന്നു. ചെലോനി അതും വയസ്സത്തിയൊന്നും ആയിക്കൂടാ. വയസ്സത്തിയായ ആള് വരൂല. പിന്നെ ആരാ വരണ്ട്? 16 വയസ്സുള്ള ലക്ഷ്മിയോ അല്ലെങ്കിൽ നൂറിനിശെല്ലാം വരും. ഓള് മുഖം ചോപ്പിച്ചിട്ടും പച്ചയാക്കിയിട്ടെല്ലാം വന്നിട്ട് പോയിട്ട് ഇരുന്നതിനാൽ ഓളോട് ചോദിക്കുന്ന വിഷയും കൊശിയല്ലോ. എന്നിട്ട് ആ കച്ചവടത്തിലാന്ന് ഹലാലും ഹറാമും നോക്കുന്നില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആണ്ട് ഇരുന്നിട്ട് ചെയ്യുന്നത് മുഴുവൻ ഹറാമാണ്. ഇനി നമ്മ കച്ചവടം കൂടി പോയാലോ, ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയാലോ, നല്ല ചൊങ്കുള്ള പെണ്ണിന്റെ അടുത്ത് പോയിട്ട് വാങ്ങിയാലോ റായത്ത് കിട്ടൂ. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ വാങ്ങുന്ന കച്ചവടത്തിൽ, അങ്ങനെ വാങ്ങിയിട്ടെല്ലാം ചെയ്തിട്ടുള്ള കച്ചവടത്തിലും വല്ലാത്ത ബേജാറാണ്. അങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് ഇട്ടാൽ ആ മക്കൾ തന്നെ പിടക്കായി പോകും. അള്ളാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പാവങ്ങളെ സ്നേഹിച്ചാൽ അത് വല്ലാത്ത ഉദവിയാണ് നമ്മളെ ഖബറിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് ഈ പാവങ്ങളോട് പറയും, നിങ്ങൾ ആരെങ്കിലും സഹായിച്ചവർ ഈ കടത്തൊക്കെ ഈ നിൽക്കുന്ന വെയിലത്ത് നിൽക്കുന്നതിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പം പറയും പഠിച്ചോനെ ഉണ്ട്. അതാ ആ നാസർ ഖാന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്ത് അയാൾ എനിക്ക് തന്നിട്ടുണ്ട്. അയാളെ കയ്യിൽ 2000 രൂപയുള്ളൂ. ATM എന്ത് കുത്തിയിട്ടും പുറത്തേക്ക് വരുന്നില്ല. വെറും ബില്ലെന്നെ ആവൂല. പൈസ തീർന്ന് ബില്ല്. അതിന്റെ അടിയിൽ അയാളുടെ താകെ 2000 രൂപ ഉണ്ട്. ഞാൻ 2000 രൂപ എന്റെ ബേജാറ് വന്നപ്പോ എനിക്ക് തന്നിന്. അപ്പൊ പറയും പഠിച്ചോനെ അതാ നീ മൂസക്കാനും കൂട്ടിട്ട് എന്നെ കയറിക്കോന്ന് പറയും. അങ്ങനെ മൂസക്കാനും കൂട്ടിട്ട് അങ്ങനെ കൊണ്ടുപോക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പാവങ്ങളെ സ്നേഹിച്ചാൽ അത് അള്ളാഹിനെ സ്നേഹിക്കലാണ്. അള്ളാഹു പാവങ്ങളെ റബ്ബാൻ. പടച്ചോനായിരുന്നാ പാവങ്ങളെ റബ്ബാണ്. പക്ഷെ ഏറ്റവും പടച്ചോന് ഇഷ്ടം അള്ളാന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആര് വിളിച്ചാലാ? പണക്കാരൻ വിളിച്ചാൽ. പണക്കാരൻ വിളിച്ചാൽ ഭയങ്കര ഇഷ്ടം പഠിച്ചോൻ. എന്താ കാരണം? ഓനിക്കൊന്നും വിഷമമൊന്നുമില്ല. ഈ വിഷമമുള്ളവൻ അള്ളാഹെ വിളിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഓൻ ബേജാറിൽ വിളിക്കുന്നതല്ലേ. മറ്റോനല്ല, സുഖ സൗകര്യങ്ങളിൽ വിളിക്കുന്നവനാ. അപ്പൊ ഓനോട് പ്രത്യേക കനിവ് പഠിച്ചോനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മളടുത്ത് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ പാവങ്ങളത് നമ്മൾ നാളത്തേക്ക് വിചാരിക്കാൻ പാടില്ല. നാളെ എന്ന് പറയുന്നത് നമുക്കില്ലാത്തതാണ്. നാളെ എന്ന് പറയുന്നത് നമുക്കില്ലാത്തതാണ്. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തതാണ്. അല്ലേ? അങ്ങനെ ഈ ഒരാഴ്ചക്കുള്ളിൽ മരിക്കൂല എന്ന് ഉറപ്പുള്ള എത്ര ആളുണ്ട്? ഞാൻ ഈ ഒരാഴ്ചക്കുള്ളിൽ മരിക്കൂല എന്ന് ഉറപ്പുള്ള ഉണ്ടോ? ഒരാളും ഉണ്ടാവൂല. അപ്പൊ ആ ഉറപ്പില്ലാത്ത ജീവിതത്തിലേക്കല്ല കരുതി വെക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ പാവങ്ങളെ സഹായിക്കാൻ ഇത്തരം ഒരു സംവിധാനം നമ്മളെ മക്കള്, ഈ നാട്ടിന്റെ മക്കള്, ഒരു നാടിന്റെ വെളിച്ചാണ്, ആ നാടിന്റെ റഹ്മത്താണ്, ആ നാടിന്റെ ബർക്കത്താണ് പാവങ്ങളെ സഹായിക്കാൻ എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഫറൂഖ് അല്ല തേരെടുത്ത് ഫറൂഖ് സമയം ഒരുപാടായി. പോലീസുകാർ വന്ന് എനിക്ക് പേടിയാവും. പിന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്നവനെ കേസെടുക്കരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിലെല്ലാരും പങ്കാളികളാണ്. ഇപ്പൊ അപസ്മാര രോഗം കൂടുതലാണ്. നീ എനിക്ക് എല്ലാം പറഞ്ഞാണ് വെക്ക്. എന്റെ പോലെ എല്ലാം എളുപ്പം നോക്കല്ല. അപസ്മാര രോഗം കൂടിക്കൂടിക്കൊണ്ടിരിക്കാൻ. എന്താ ഈ അപസ്മാര രോഗം? എന്താ അപസ്മാര രോഗം ഉണ്ടായാലും എന്താ ചെയ്യാ? ഇരുമ്പ് കൊണ്ട് കൊടുക്കും അല്ലെ? ചങ്ങലയോ 5 കിലോന്റെ കട്ടിയല്ല കൊണ്ട് കൊടുക്കല്ലോ ഓരോരുത്തർ. എന്താ ഈ അപസ്മാര രോഗം? പിശാചിൽ നിന്നതാണ് അപസ്മാര രോഗം. ഉമ്മു സുബിയാൻ പിശാചാണ്. ആ പിശാച് ഉണ്ടാക്കുന്ന രോഗമാണ്. അത് 3 ഘട്ടങ്ങളിലാ വരിക, 3 സമയങ്ങളിൽ. ഒന്ന് ഗർഭിണിയായ സമയം, മറ്റൊന്ന് പ്രസവ സമയം, മറ്റൊന്ന് പാലുടിക്കുന്ന സമയം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പിശാചാണ് ഈ കളിക്ക് പിന്നില്. പിശാചാണ് ഈ കളിക്ക് പിന്നില്. നമ്മുടെ ജീവിതത്തിൽ മൊത്തം പിശാചാണ്. അല്ലാഹു കാക്കട്ടെ. പിശാച് കയറാത്ത സ്ഥലമില്ല. നമ്മളെ റഹ്മത്തും ബർക്കത്തും തടയുന്നതാരാ? ആരാ?
പിശാചാണ്, ശൈത്താനാണ്. ഏതെങ്കിലും തലയിൽ നമ്മളെ കേറിക്കൂടിയിട്ട് നമ്മളിലുള്ള എല്ലാ സ്വഭാവങ്ങളും ബടക്കാക്കുന്നത് പിശാചാണ്. ആ പിശാചിന്റെ ഒരു വേലയാണ് ഈ രോഗം. 3 ഘട്ടങ്ങളിലായി രോഗം ഉണ്ടാവുക. ആ രോഗത്തിൽ രക്ഷ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള മരുന്നുകളിൽപ്പെട്ട ഒരു മരുന്നാണ് ബാങ്ക് കൊടുക്കൽ. ഒരു കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുത്താൽ ആ കുട്ടി അല്ലെങ്കിലും തന്നെ പിശാചിന് എന്നതിന്റെ പേര് അവസ്മാര രോഗത്തിന് ബാങ്ക് വലിയൊരു ചികിത്സയാണ്. വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും ബാങ്ക് കൊടുത്താൽ അവസ്മാര രോഗം മാറുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 20 കൊല്ലം ഇപ്പൊ യൂറോ മെഡിക്കൽ പറഞ്ഞത് 20 വർഷം തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം എന്നാണ്. 20 വർഷം തുടർച്ചയായിട്ട് ഇവനും കഴിക്കലുണ്ടാവില്ല, കൊടുക്കാൻ ഡോക്ടറും ഉണ്ടാവില്ല. ഓനും തട്ടിപ്പോ ഇവനും തട്ടിപ്പോ. അള്ളാഹു കാക്കട്ടെ. അപ്പോ രോഗങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നത് പിശാചിൽ നിന്നാണ് മിക്ക രോഗങ്ങൾ ഉണ്ടാവുന്നത്. അതിന്റെ കാരണം തന്നെ നമ്മളാണ്. നമ്മളെ ജീവിതത്തിന്റെ വ്യവസ്ഥിതിയാണ്. രാവിലെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വായിക്കേണ്ടത് ഏതാ? പത്രങ്ങളാണ്. പത്രങ്ങൾ ഏതാ? ഒന്നെങ്കിൽ നമ്മൾ പിണറായിനെ ചീത്ത പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഉമ്മൻചാണ്ടിനെ ചീത്ത പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറയുന്നതെല്ലാം നമ്മൾ വായിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ പോയ ഇരുന്നപാട് രാവിലെ ആരെങ്കിലും ഒരാൾ നിസ്സാരപ്പെടുത്തി പറയും. ഇബ്ലീസ് തുടങ്ങിയ പണിയാടിയാ. ഇബ്ലീസ് അള്ളാന്റെ അടുത്ത് നിന്ന് ഔട്ടായിട്ട് വരാൻ തന്നെ കാരണം മനുഷ്യന്മാരെ നിസ്സാരാക്കിയതാണ്. ആദം നബി അലൈഹി സ്വലാമിനെ നിസ്സാരാക്കി. ഇബ്ലീസ് പറഞ്ഞത് എന്താ? ഞാൻ തീനെ കൊണ്ടുണ്ടാക്കിയല്ലേ, ഇതാരെ കൊണ്ടുണ്ടാക്കിയതാ? മണ്ണിനെ കൊണ്ടല്ലേ എന്നും നിസ്സാര ഭാവത്തിൽ പറഞ്ഞു. അല്ല പറഞ്ഞു, ഇനി അള്ളാഹ് ബഹുമാനിച്ചതിന് ആദരിച്ചതിനും ആദരവ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നീ പോടാ പുറത്തു നിന്നുണ്ടല്ലോ. അള്ളാഹു കാക്കട്ടെ. ആദരവ് കൊടുക്കുക. ഈ മജ്ലിസിൽ ആദരവ് കൊടുക്കണം. അള്ളാഹു ഏത് വസ്തു, ഇപ്പൊ നിന്റെ അടുക്ക് ഒരു ബാത്റൂമിൽ പോയി, ഞാൻ പള്ളി മൂത്രയിക്കാൻ വേണ്ടി കയറിയപ്പോ പുറത്ത് നല്ല ക്യൂ ഉണ്ട്. കാരണം ഈ 2 കക്കൂസാന്നൊരു പള്ളിക്ക് വെക്കല്. ആ നാട്ടിലാണ് 10-750 ആളും ഉണ്ടാവും. 2 കക്കൂസൊക്കെ. ഒരു കക്കൂസിന്റെ താക്കോല് കത്തി പുസ്തകത്തിന്റെ റൂമിന്റെ ഉള്ളിൽ ലോക്കറിൽ വെച്ചിട്ടുണ്ടാവും. മറ്റേ കൊടുക്ക് പിന്നെ വേറെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് കയറാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ താക്കോല് നാട്ടുകാർക്കല്ല താക്കോലാണ്. അതിലാണ് ക്യൂ നിൽക്കല. ആ ബാത്റൂം ആണെങ്കിൽ ചോപ്പടിച്ച എന്താ പറയാ? ചോപ്പടിക്കുന്നതിന് ചുവന്ന ബാത്റൂം. അത് മഞ്ഞ കളറായിട്ടുണ്ടാവും, ചുറ്റും മഞ്ഞ കളർ. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ബാത്റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ ഒരുത്തരുണ്ട്. ഓൻ ഉള്ളവനോട് മുട്ടിയിട്ട് പറയാം, നീ എന്താ പുറത്തിറങ്ങുന്നില്ല, നീ എത്തിക്കാഫിൽ ഇരിക്കുകയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താടാ ഈ എത്തിക്കാഫ് എന്ന് പറഞ്ഞാല്? കക്കൂസിലിരിക്കുന്നതിന്റെ പേരാണോ എത്തിക്കാഫ്? അള്ളാന്റെ പള്ളിയിൽ ഇരിക്കുന്നതിനല്ലേ എത്തിക്കാഫ് എന്ന് പറയാ? നിസ്സാരമായ ഒരു പദാണ്. പക്ഷെ ഈ പദത്തെ നിസ്സാരമാക്കുന്നത് അള്ളാഹ് നിസ്സാരമാക്കലല്ലേ? ആലോചിച്ചോ. അള്ളാഹു കാക്കട്ടെ. ഇപ്പോ പണ്ടത്തെ മാതിരി വാടക കൊടുക്കാൻ മടിയൊന്നുമില്ല. ബാങ്കിന് വാടക കൊടുത്താൽ ഭയങ്കര ലാഭം, എല്ലാവരും വലിയ സന്തോഷമാണ്. ബാങ്കിന് കൊടുത്താൽ കൃത്യമായ റെന്റ് കിട്ടുമെന്ന് അറിയുക. റെന്റ് ഈ ഒരിക്കൽ ഞാനും വേറൊരുത്തരിങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോ വലിയ പൈസക്കാരനാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതെന്ന്. ഒന്നല്ല, പെങ്ങളെ ഭർത്താവ് മരിച്ചിട്ടുണ്ടായി. പെങ്ങളെ ഭർത്താവിന് കുറച്ച് പൈസ അവിടെ ഉണ്ടായി. അപ്പൊ മുതല് ATM എടുത്തിട്ട് കുറച്ച് പലിശന്റെ പൈസ ഉണ്ടായിരുന്നു. 10,75,000 രൂപ ഉണ്ടായിരുന്നു. ആ പൈസ കിട്ടുന്നില്ല. അവസാനം ഇപ്പൊ ഞാനൊരു അപ്ലിക്കേഷൻ കൊടുത്ത് GM-ന്റെ അടുത്ത് പോയി കണ്ട്, അൽഹംദുലില്ലാ അത് പാസ്സായി. ഏത് പലിശ? ഏതാ പാസ്സായി? പലിശ പാസ്സായി. അതിനെന്താ പറഞ്ഞ്? അൽഹംദുലില്ലാ. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് പോകുന്നതിന്റെ കാരണം ഇതാ. ആദരിക്കേണ്ടതിന് ആദരിക്കൂല, ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കൂല. ഇംഗ്ലീഷ് മരുന്ന് കാണും പോലെ തേങ്ങാണല് തന്നെ. ഇംഗ്ലീഷ് മരുന്നിന് ഒരു ബഹുമാനവും ആദരവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് സുരേന്ദ്രൻ ഡോക്ടർ തന്നെ എന്തായാലും മാറും. തേനോ അള്ള ശിഫ ഉണ്ടെന്ന് പറഞ്ഞാൽ മാറി. അല്ലാഹു കാക്കട്ടെ. നമ്മൾ ആദരിക്കേണ്ടതിനല്ല ആദരിക്കുന്നത്. അതുകൊണ്ടുള്ള അപകടം നമുക്ക് വന്നത് മുഴുവനും. അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ദീർഘിച്ചു പറയുന്നില്ല. അസുലഭമായ വലിയൊരു സന്ദർഭം നമുക്കുണ്ട്. ഇന്ന് കാനങ്ങാട്, ഇന്ന് ഗൾഫില് മുമ്പ് പോകുന്നുണ്ടോ? നമ്മുടെ മലപ്പുറത്തുള്ള അല്ല, ഇന്ന് തീ പൊള്ളലേറ്റ് മരിച്ചത്
ഷാർജയിൽ തീപൊള്ളയിട്ട് 2 സഹോദരങ്ങൾ മരിച്ചു എന്നൊരു വിവരം തന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെ സഹോദരങ്ങളെല്ലാം കാക്കട്ടെ. അള്ളാഹു നമ്മളെ സഹോദരങ്ങളെല്ലാം കാക്കട്ടെ. എവിടെയാ അപകടം വരുന്നത്, എവിടെയാ മരണം വന്നത്, എവിടെയാ ഒളിച്ചിരിക്കുന്നത് മനസ്സിലാവൂല. അള്ളാഹു എല്ലാ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മളെയും നമ്മുടെ സമൂഹത്തെയും കാക്കട്ടെ, കുടുംബത്തെ കാക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് വിശാലമായ ദുആ ചെയ്യണം. ഖാലിഖായ റബ്ബ് അത് കബൂൽ ചെയ്യണം. ആ നിയ്യത്തിൽ തന്നെ നമ്മൾ കൂടണം ഇൻഷാ അള്ളാഹ്. വളരെ സന്തോഷമുണ്ട്. 2 പെൺകുട്ടികളുടെ കല്യാണ കാര്യം സംഘാടകരോട് പറഞ്ഞിട്ടുണ്ട്. 2 പെൺകുട്ടികൾ. നമ്മൾ ആലോചിക്കുക, നമ്മളെ പോലത്തെ ഒരു മോളാണ്, നമ്മളെ ബാധ്യതയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. ആ പെൺകുട്ടികളുടെ കല്യാണത്തിന് നമ്മളെ കൊണ്ടാവുന്നത് ആവണം. എൻ്റെ ഒരു ആഗ്രഹം 6 മാസത്തിന്റെ ഉള്ളിൽ നീ സമയം കുറക്കാൻ നിൽക്കണ്ടേക്കും അല്ലെ? നോക്കുന്നുണ്ടാ? ATM-ലൊന്നും പൈസ ഇല്ല മോനെ കേട്ടാ, ബാങ്കിൽ പോയാലും കിട്ടുന്നില്ല. ഇപ്പൊ 6 മാസം പീരീഡ് വെച്ച് നിൽക്കും അല്ലെ? ഇൻഷാ അള്ളാഹ് 6 മാസത്തിന്റെ ഉള്ളിൽ ഒരു 10,000 രൂപ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? അള്ളാഹു അത്രയും സമയം അവരുടെ അള്ളാന്റെ സംരക്ഷണത്തിലായിരിക്കും. കാരണം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ 6 മാസം തന്നാൽ ഒരു മാസം 1950 റുപ്യ ഇവന്റെ റീചാർജ് ചെയ്യേണ്ട പൈസ പോലും ആവൂല. ആരാളുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടാവില്ലേ? ഒരു 10,000 രൂപ ഞാൻ കൊടുക്കും 6 മാസത്തിന്റെ ഉള്ളിൽ ധൈര്യമുള്ള? തല താക്കണ്ട, കൊടുക്കാൻ അല്ലാഹ് തൗഫീഖ് ചെയ്താലേ കൊടുക്കൂ. ഇനി എന്ത് പറഞ്ഞിട്ട് കബീർ ബാക്കവി 40 പ്രാവശ്യം പറഞ്ഞിട്ട് കിട്ടാത്ത സ്ഥലമില്ല. അത് കൊടുക്കാൻ തൗഫീഖ് ഉണ്ടോ കൊടുക്കൂ. പിന്നെ കൊടുക്കാൻ വിധിയില്ലാത്തവന് പറഞ്ഞിട്ട് വേണ്ട. ആരാളുള്ളത്? ഒരു 10,000 രൂപ 6 മാസം കൊണ്ട് കൊടുക്കും. അള്ളാന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കും പാവങ്ങളെ വിവാഹത്തിന് വേണ്ടി. ആരുമില്ല. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ദാരിദ്ര്യം തരുമെന്ന് പേടിച്ചിട്ടാണോ? കഷ്ടപ്പാട് തരുമെന്ന് വിരിച്ചിട്ടാണോ? ഒരാളെങ്കിലും ഒരാളുണ്ടാവില്ലേ മജ്‌ലിസിൽ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. 6 മാസത്തിനുള്ളിൽ ഒരു 10,000 ഞാൻ പാവങ്ങളാ 2 പെൺകുട്ടികളെ കല്യാണത്തിലേക്ക് ഞാൻ തരുന്നു എന്ന് കരുതുന്ന ആരെങ്കിലും രണ്ടാളുണ്ടാവും, ഒരാളുണ്ടാവില്ലേ? 6 മാസത്തിനുള്ളിൽ 10,000 രൂപ കൊടുക്കാൻ പറ്റാത്തവരാണ് നമ്മള്. പെണ്ണുങ്ങളെ ഭാഗത്ത് നോക്കിയേക്കുമ്പോലെ പിന്നെ എവിടെയാ നമുക്ക് വിഷമങ്ങളും ദുരിതങ്ങളും വരാണ്ടിരിക്കുക? ഒന്ന് ഇളകണ്ടേ? ആരാള്? ഒരാണുങ്ങൾ ഉണ്ടാവൂലേ ആണുങ്ങളെ ഭാഗത്ത്? ഒരാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നമ്മളെ മനസ്സത്ര കുടുസാവാൻ പാടില്ല. ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ചില പള്ളിയിൽ കൊടുക്കുന്നവർക്കും 500,000 കൊടുക്കുന്നവർക്ക് ഇത്രയും കാലം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരു മജ്‌ലിസിൽ വെച്ച് പറയും ഒരാളെങ്കിലും തയ്യാറായിക്കൂടെ? അൽഹംദുലില്ലാഹ് ഷാഫി, അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഷാഫി, അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, ധാരാളം സമ്പത്തുള്ളവരെല്ലാം ഉള്ളതിൽ ഒപ്പിച്ച് ജീവിക്കുന്നവരാ റബ്ബേ. നീ ബർക്കത്തിനെ ചെയ്യണേ റഹ്മാനെ, ഐശ്വര്യത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ പേര് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സഹോദരൻ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ സാമ്പത്തികമായ ഞെരുക്കം കൊടുക്കല്ലേ റബ്ബേ, ഇടുക്കം കൊടുക്കല്ലേ റബ്ബേ. ധാരാളം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, തന്നതൊരു നഷ്ടമാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ നീയാണ് നൽകുന്നവൻ റബ്ബേ. ഞാൻ ഓർക്കുകയാണ് ദുബൈയിൽ വെച്ച് ഒരു സദഖയുടെ കാര്യം ഞാൻ അങ്ങ് പറഞ്ഞപ്പോ മാട്ടൂലുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പിതാവ് ആക്റ്റീവയിൽ നിന്ന് വീണിട്ട് യൂണിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത സമയം അവന്റെ കയ്യിൽ 420 ദിർഹംസ് ഇത് എന്റെ കയ്യിലേക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, തങ്ങളെ പിടിക്ക്. ഞാൻ ചോദിച്ചല്ല മോനെ, അയച്ചു കൊടുക്കണ്ടേ? തങ്ങളെ സദഖയല്ലേ, തങ്ങളല്ലേ പറഞ്ഞത്. അൽഹംദുലില്ലാഹ് 2-3 മാസം കഴിഞ്ഞപ്പോ ഈ അൽതാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറയാണ്, തങ്ങളെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടെ നെസ്കഫയുടെ ഒരു കൂപ്പൺ ഫില്ല് ചെയ്തിട്ടപ്പോ 90,000 ദിർഹംസിന്റെ സാധനങ്ങള് ക്യാഷാണ് വാങ്ങുന്നതെങ്കിൽ 80,000 ദിർഹംസ്, ഞാൻ ക്യാഷ് വാങ്ങി 80,000 ദിർഹംസ്. അല്ലാഹുവേ നീയാണ് നൽകുന്നവൻ റബ്ബേ. പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത വേറൊരു സഹോദരൻ 10,000 ഖാലിഖായ റബ്ബേ ഐശ്വര്യത്തിലാക്കണേ റബ്ബേ. അയാളെ പേര് നിനക്കറിയാം റബ്ബേ, ഈ തന്നവരുടെ പേര് നിനക്കറിയാം റബ്ബേ.
ദാരിദ്ര്യം കൊടുക്കല്ലേ റബ്ബേ, വിഷമം കൊടുക്കല്ലേ റബ്ബേ, രോഗിയാക്കല്ലേ റബ്ബേ, ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന രോഗം കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹു എത്രയോ പേര് സ്വർണം വിറ്റ് ചികിത്സിക്കുകയാ, ആശുപത്രിയിലാണ്, മാസത്തിൽ 5000 രൂപയുടെ മരുന്ന് വേണം. എത്രയോ പേര് അല്ലാഹു കാക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു കാക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ആരല്ലേ? അൽഹംദുലില്ലാ. പിന്നെ ഒരു 7 ആളായാൽ മജ്ലിസായി, അതൊരു എണ്ണ. ആരാള്? ഇപ്പൊ എത്ര ആള്? 3 ആളായില്ലേ? അൽഹംദുലില്ലാ. ഒരു 7 ആളാവണം. 6 മാസത്തിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി, അല്ലാഹു തരും. അല്ലാഹു തരും, ആ ഉറപ്പിലാണ് ഞാൻ പറഞ്ഞത്. പാവങ്ങൾക്ക് കൊടുക്കുന്ന അല്ലാഹു തരും. ആരാള്? ഒരാളും. അപ്പോ ഒരു പുതിയ മൊബൈൽ ഇറക്കി എന്ന് പറഞ്ഞാൽ ഓടിപ്പോന്ന കോമ നമ്മളെ കോമ. 26,000 രൂപ 4 സിമ്മുള്ള മൊബൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വാങ്ങും. എന്നാൽ അതിനേക്കാളും പ്രതിഫലം കിട്ടാന്നും അതിനേക്കാളും നല്ലൊരു മൊബൈലായി ഇതെന്നുള്ള ധാരണയില്ല. അള്ളാഹു കാക്കട്ടെ. ആ ഭാഗത്ത് പെണ്ണുങ്ങളെ ഭാഗത്ത് നോക്കിയാ മോനെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു സ്ത്രീ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ സ്ത്രീക്ക് നീ ഒരുപാട് ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് സന്തോഷം നൽകണേ റബ്ബേ, ഖൈർ നൽകണേ റബ്ബേ, ഉയർച്ച നൽകണേ റബ്ബേ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാഹ്. നോക്കിയ മോനെ, മോനെ നിന്റെ പേരിടോ? ആദില, ഹാമിദ. ഞാൻ അടിക്കാൻ വരുമ്പോൾ പേരല്ല. ആബിദ, നിന്റെ ഏട്ടനാ? ഇതുപോലെ ഏട്ടനാ? ആരെങ്കിലും സ്വർണം തരുന്നുണ്ടോ നോക്കി നീ അതിന്റെ അടുക്ക്. ആരും പൊന്നുണ്ടോ നോക്കൂ. പേര് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സഹോദരൻ 10,000. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ, നീ ഖൈറിലാക്കണേ റബ്ബേ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഈ 10,000 രൂപയെ കൊണ്ട് പോകാൻ അങ്ങനെ ഇടിഞ്ഞിട്ട് വീഴുകയും ചെയ്യില്ല. പടച്ചോൻ കൊടുക്കലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ വിളിച്ചോനെ ഈ 10,000 രൂപ ഏറ്റോനെല്ലാം ദാരിദ്ര്യത്തിലാവുന്നൊന്നും പഠിക്കണ്ട. അല്ലാഹ് കൊടുക്കും. അള്ളാഹിന്റെ വഴിയിലല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വിഭാഗത്തിന്റെ അല്ലേ. അല്ലാഹു ഏറ്റെടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. പൊന്നേട്ടിനാ നീ ചോദിക്കണ്ടേ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പേര് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ത്രീ തന്റെ 5,000 രൂപ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മോനെ, നീ ഇങ്ങനെ കളക്ടറായിട്ട് നീ ഇങ്ങനെ ബസ് കണ്ടക്ടർ കണ്ടിട്ടില്ല? നീ പണിയെടുത്തോണ്ടിരിക്കണം, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണം. വാ, നീ ആടെ വെക്കുന്നേ. നീ ഇങ്ങനെ ഒരു നടന്ന ആരെല്ലാം എന്തെല്ലാം ഓഫർ ആക്കുന്നു, വെറുതെ ഒന്ന് നോക്കിയാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്താൽ കിട്ടും, ബേജാറാക്കണ്ട. ഇനി റോക്കറ്റ് വായും പോലെ പയ്യൻ കോയാ ഇങ്ങനെ ഓരോ സഫ് പോയി സഫുവോ ഇവൻ ഇത് കാണിക്കുന്നുണ്ടോ? ദുനിയാവിലെല്ലാം കാണിക്കുന്നുണ്ടോ? മോനെ എന്തോ എന്റെ പേര് ഇത് കാണിക്കുന്നുണ്ടാ? ഇതല്ല ഞാൻ പറഞ്ഞ. പിന്നെ ആ വർത്താനം എങ്ങനെ നാടൻ വർത്താനം പറഞ്ഞു. നീ ഓനെ ഏൽപ്പിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നീ ഇക്ബാല, നീ ഒന്നൊന്നും ഇറങ്ങും മോനെ. നീ പതുക്കെ ഒരാളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്ക്. ഓന് തൗഫീഖിന്റെ തെറ്റ്. ഓന് എത്രയാ പറയുന്നത് എഴുതിയെടുക്ക്. ഇക്ബാലെ, ഓൻ എത്രയാ പറയുന്നത് എഴുതിയെടുക്ക്. എന്നേക്കാളും സ്പീഡാ ഓനിക്ക്. ഓനിക്കറിയതൊന്നും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാരും പങ്കാളിയാണ്. ഒരു ബുക്ക് ഇപ്പുറത്തേക്ക് വാ. ഞാൻ നീങ്ങ ഒരു ബുക്ക് ക്ലാസ് കൊടുക്കും മോനെ. നീ വാ ജലീലേ, നീങ്ങ വാ. അവിടെ പോയി ദ്വാരക്കണോ? ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളെ ഭാഗത്ത് സ്വർണം തരുന്നുണ്ടോ നോക്കിയാ മോനെ. ഓൻ എന്നിട്ട് ലോഹിയല്ലല്ല പറയുന്ന. എന്താന്ന് ഓന്റെ പേര്? സ്വർണം ഉണ്ടോ നോക്കിയാ നീ പെണ്ണ് കിട്ടിയാ? ഇല്ല. നീ അന്ന് ഇപ്പുറത്തേക്ക് നോക്കിയോ. ആയിട്ടുണ്ടെങ്കിൽ ആയല്ലോ, നല്ല ഞാൻ എഴുതിയെടുക്കാൻ ആളുണ്ടോ മോനെ? പെണ്ണുങ്ങളെ ഭാഗത്ത്
മോക്ക് പുതിയാപ്പിളാവുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു സ്ത്രീ 5000 ഏറ്റിട്ടുണ്ട്. മൊത്തം മോനെ പെണ്ണുങ്ങളെ ഭാഗത്തൊരു കള്ളാസം ബുക്കും കൊണ്ടുപോ. ആരാ പോയിനാ? ആര്? ഓളാടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഓളെ വിളിക്ക്, എന്നിട്ട് ഓളോട് പറ. ഇൻഷാ അല്ലാഹ് ഇത് മൂടി ചെറുപ്പക്കാരും അല്ല തങ്ങള് ഒരാളെങ്കിൽ വന്ന മോനെ ആടെ ഇന്ന് 413 ആളെന്തിനാണ്? നീങ്ങി വാ. ഇതിൽ മൂടിയ മൂട്. ഇൻഷാ അല്ലാഹ് സമയമില്ല, എനക്കാതെ കിടുകിടാ പറക്കലാണ്. 10 മണി കഴിഞ്ഞാൽ തന്നെ ബേജാറാണ്. മൂട്. ഇൻഷാ അല്ലാഹ് പ്രസിഡന്റ് ആടെ ഇരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അയാ മോനെ പെണ്ണുങ്ങളെ ഭാഗത്ത് നോക്കിയാ ആരൊക്കെ സ്വർണം തരുന്നുണ്ടോ നോക്കിയാ മോനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് തേനുണ്ട് ഇവിടെ. തേനെന്തിനാ അള്ളാഹ് ഉണ്ടാക്കിനി? ദോശക്ക തടി ഓർക്കാൻ തേനുണ്ടാക്കിനെന്തിനാ? എല്ലാ രോഗത്തിനും ശിഫക്ക തേനുണ്ടാക്കിന്. എല്ലാ രോഗത്തിനും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എന്താ ആസ്പത്രി? ഫാത്തിമ ആസ്പത്രിയാ അതിന്റെ ഇപ്പുറത്തെ കാസർഗോഡ് നഴ്സിംഗ് ഹോം അല്ലെ, കേരവൽ. ആടുത്ത ഓൻ എഴുതിയ ബാലകൃഷ്ണൻ എഴുതിയ അല്ലെങ്കിൽ യൂസുഫ് അല്ലെ ജയദേവൻ എഴുതിയ ഗുളികയെ വിശ്വാസമുള്ളൂ. അള്ളാഹു കാക്കട്ടെ. അള്ള ഷിഫുണ്ടെന്ന് പറഞ്ഞ സാധന തേന്. വിശ്വാസം ഉണ്ടെങ്കിലേ നടക്കുവേ. ഇത് തേനാന്ന് പഠിച്ചോ പറഞ്ഞാന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തേനില് മന്ത്രിച്ചിട്ടുണ്ട്. ഉപ്പാപ്പമാരെല്ലാം കിട്ടിയ മന്ദിരാണ്. ഒന്ന് വയറ് സംബന്ധമായ രോഗങ്ങൾക്കുള്ള മന്ദിരം, ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് അൾസർ, ക്യാൻസർ, കിഡ്നി, പൈൽസ് പോലത്തെ രോഗങ്ങൾക്കുള്ള മന്ദിരം. മറ്റൊന്ന് മക്കളില്ലാത്തവർക്ക് 8-9 കൊല്ലായി ഒരു കുഞ്ഞു ആകുന്നില്ല എന്നിട്ട് സങ്കടം പറയലുണ്ട്. അവർക്കുള്ള മന്ദിരം അതിൽ മന്ത്രിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 2 ദിവസം മുമ്പ് വരെ അതിനൊരു ഫലം നമ്മൾ ഈ പരിസരത്ത് തന്നെ കണ്ടിട്ടുണ്ട്. അതുപോലെ മക്കളെ സംസാരശേഷി, കേൾവി, ബുദ്ധിശക്തി, ഓർമ്മശക്തിക്കുള്ള മന്ത്രിയിൽ മന്ത്രിച്ചിട്ടുണ്ട്. സിഹിർ കണ്ണേറിനുള്ള മന്ത്രിയിൽ മന്ത്രിച്ചിട്ടുണ്ട്. മൊത്തം ലിസ്റ്റാക്കുമ്പോൾ അങ്ങനെ കണ്ണേറ് സിഹിറിന് പോലെ. പിന്നെ ടെൻഷൻ മാറേണ്ട മന്ത്രവും. ഏറ്റവും വലിയ വിഷമേത ടെൻഷൻ. ഞാൻ ഒരു പുറക്കോയി 16 വയസ്സുള്ള ചെക്കനുണ്ട് ഇങ്ങനെ മൊബൈലിൽ ഗെയിം കളിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താ മോനെ മൂടില്ല? അവനെ നിന്റെ മൂടോടെ പോയിട്ടാ? അവന് മൂടില്ല, ആകെ ടെൻഷൻ. എന്താ ടെൻഷൻ? നീ എന്താ അമേരിക്കൻ ബസ് ഉണ്ടായിന ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ? ചെറുപ്പക്കാര് അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഈ ടെൻഷന്റെ മന്ത്രിയിൽ മന്ത്രിച്ചിട്ടുണ്ട്. ഇനി പിന്നെന്താ വേണ്ടത്? 21 ഉറുപ്പ്യക്ക് കിട്ടണം, അല്ലെ 11 ഉറുപ്പ്യക്ക്. മുത്തിന്റെ വില, മുത്താറിന്റെ വില. ആദരവ് കൊടുക്കണം. മന്ത്രത്തിനൊക്കെ ആദരവുണ്ട്. പണ്ടെല്ലാം നമ്മളെ പറ്റിച്ചിന് മന്ത്രവാദികളെ എന്നെല്ലാം വിളിച്ചിട്ട് പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ട് കുറെ താടിക്കാരൻ മുക്തോളം പാൻറ് ഇട്ടിട്ട് മന്ത്രവാദികളെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഓനും പറയുന്നത് എന്തെന്നെ CD കാസറ്റ് ചെവിയിൽ വെക്കണം, എന്നിട്ട് മന്ത്രം. ഈ മന്ത്രമല്ല, പിന്നെ റുഖിയ്യ ശർഇയ്യ എന്നെ പറയുമോ. ഈ റുഖിയ്യ ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഉർക്കീത്താന്റെ ഷർഅ് എന്നല്ല. റുഖിയ്യ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ, അതിന്റെ മലയാള പദം മന്ത്രങ്ങൾ. ആ മന്ത്രം ഇപ്പൊ ചെയ്യാണ്ട് ഓനും പറയുന്നു. ആര്? വഹാബികളും മൗദൂദികളും കയറി ഓനും പറയാൻ തുടങ്ങി. എന്തെല്ലാം മന്ത്രം എന്നറിയാം. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയിലും മന്ത്രിച്ചിട്ടുണ്ട്. പിന്നെന്താ വേണ്ടത്? ഇനി വേണ്ടത് എന്റെ അനുഭവം എനിക്ക് പറയാൻ കഴിയും. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊന്നല്ല തേനുണ്ടാവില്ല. തേന് 100, 150. നമ്മളെ ഡ്രൈവറോട് ചോദിച്ചാൽ തിരിയും. 100, 150, 200 തേനുണ്ടാവും. ആ തേൻ വാങ്ങിക്കലിന് നല്ല ഫലം കിട്ടലുണ്ട്. പിന്നെ വിശ്വാസത്തോടെ വാങ്ങിയ ഫലം തന്നെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ എന്റെ പേർക്കുണ്ടല്ല തേനൊന്നും കണക്കൂട്ടണ്ട. പിന്നെ കാറി കയറുമ്പോ തങ്ങളെ ദ്വാരക്കണം. എന്റെ
എന്റെ തൊണ്ടക്കെന്തോ ഒരു കുടുങ്ങിയ പോലെയാണ്. ഇവിടെ മന്ത്രത്തിന്റെ തേൻ കൊടുത്താവ് വാങ്ങൂല. അള്ളാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബേ നോക്കുമോനെ ഓനോടെ പോയാ പറഞ്ഞ പ്രസിഡന്റ് എവിടെ? നീ അടുത്ത് ബേ പറക്കുന്ന എവിടെ പ്രസിഡന്റ് എടുത്തു? ഇക്ബാൽ ഇങ്ങ വാ. നീ അടുത്തേക്ക് പറക്കുന്ന ഇങ്ങ വാ. തേൻ കൊടുക്കും മോനെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുക്കടെ ബാക്കി പോയി സീരിയറ്റ് വിളിക്കാൻ. നീ ഇറക്കി എടുത്ത് ഞാൻ വെക്കി, നീ സമാധാനിക്കും. തേൻ കൊടുക്കണം. എത്രക്കാ കൊടുക്കണ്ട്? ഞാൻ 1000 രൂപ എന്ന് പറയല്ലേ, ഞാൻ 1000 രൂപയൊക്കെ കൊടുക്കല്. ഇവിടുന്ന് വാങ്ങും 1000 രൂപയ്ക്ക്. ധൈര്യമുള്ളവരുണ്ടാ? 1000-ന് വാങ്ങാൻ ധൈര്യമുള്ളവരുണ്ടാ? ആരുമില്ല. ഈ തേൻ 1000-ന് വാങ്ങാൻ ധൈര്യമായിരിക്കാം. ഇൻഷാ അല്ലാഹ് മനസ്സിന് സന്തോഷമല്ലേ? ആരാള്? ആണുങ്ങളെ ഭാഗത്ത് 1000-ന് ഞാൻ ഈ തേൻ വാങ്ങും ഇൻഷാ അല്ലാഹ്, എനിക്ക് പ്രതീക്ഷയുണ്ട്, എന്റെ റബ്ബെന്നെ സഹായിക്കുന്നു. അങ്ങനെ ആരുമില്ലേ? എനിക്ക് കൊടുക്ക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ മോനെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നീ അങ്ങോട്ട് എടുക്കു പോയാ, നീ അങ്ങോട്ട് കാർബോണ്ട് പട്ടിയിലെടുക്ക് ഇൻഷാ അല്ലാഹ്. 1000-ന് എടുക്കാൻ പിന്നാരള്ളു ഒരു 3 ആൾ 1000-ന് എടുത്താൽ എനിക്ക് വലിയ റാഹത്തായി. പിന്നാരള്ളു അങ്ങോട്ട് കൊടുക്കുമോ? പിന്നാരാ പറഞ്ഞ 1000-ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, ഒരുപാട് സന്തോഷങ്ങൾ നൽകുകയാണ് റഹ്മാനെ. 1000-ന്റെ തേൻ റബ്ബേ വാങ്ങിച്ചവർക്ക് നീ ബർക്കത്ത് നൽകണേ റബ്ബേ. ഏതാണോ ഉദ്ദേശം നീ പൂർത്തീകരിക്കണേ റബ്ബേ. മനസ്സിന് സന്തോഷം നൽകണേ റബ്ബേ. അല്ലാഹുവേ, അലട്ടുന്ന വേദനകളെ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ്. പിന്നാരള്ള മോനെ ഒരാളും കൂടി, ഒരു 3 ആളായ വലിയ സന്തോഷം. ഒരാളും കൂടി, ഒരാൾ 1000-ന് വാങ്ങാൻ പറ്റുന്ന ഒരാളും കൂടി ഉണ്ടാവില്ലേ? എന്തിങ്ങനെ ആരടുത്തും പൈസ ഇല്ല, അല്ല കൊടുക്കായിട്ട് എന്താ അവസ്ഥ? ആരും ഉണ്ടോ? ഒരാളും കൂടി ഉണ്ടോ? പെണ്ണുങ്ങളെ ഭാഗത്ത് നോക്കിയ പോലെ ATM ബന്ധം ആയോണ്ടാ? പിന്നെ കൊടുത്താലും മതി. ഇപ്പൊ അല്ല, ഇന്ന് ഓൺലൈനിൽ മുത്തലിബ് അല്ലേ? അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. 10,000 രൂപ ജോലിയിൽ ബർക്കത്ത് ചെയ്യാൻ അള്ളാഹുവെ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ജോലി സ്ഥിരത നൽകണേ റബ്ബേ. ശമ്പള വർധനവ് നൽകണേ റഹ്മാനെ. സന്തോഷിപ്പിക്കണേ റബ്ബേ. നോക്കുമ്പോ നീ തേനെടുക്ക്, കയ്യിലെടുക്ക് ഇൻഷാ അല്ലാഹ്. 1000-ന് ഒരാളെ വാങ്ങിച്ചിട്ടുള്ളൂ. അത് വലിയൊരു സന്തോഷമാണ് നമുക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം. സന്തോഷത്തിൽ തന്നെ ദ്വാരക്കുമ്പോൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ മോനെ. പിന്നെ ആരുമില്ല 1000-ന് വാങ്ങാൻ പറ്റുന്ന വേറെ ആരുമില്ല. മോന്റെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു റാഹത്തിലാക്കട്ടെ മോനെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറിലാക്കട്ടെ. പിന്നെ ആരുണ്ടോ? ഒരാളും കൂടിയായ 3 ആയില്ലേ? ഒരു സന്തോഷല്ലേ? ഒരാളും കൂടി നോക്കിയാ പോലെ ഒന്ന് ജസ്റ്റ് കൈയൊന്ന് കാണിച്ചാ മതി. ഇങ്ങോട്ട് വരെയൊന്നും വേണ്ട. ആരുമില്ലേ? ആരുണ്ടോ? ഒന്നുണ്ടോ? അൽഹംദുലില്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒന്ന് കൊടുക്ക് ഇൻഷാ അല്ലാഹ്. നിങ്ങള് 1000 കൊടുത്താക്ക് 1000-ന്റെ പുണ്യാണ്, 101 കൊടുത്താക്ക് 101-ന്റെ പുണ്യാണ്. ചില ആൾ കരുതും ഇത് 1000 കുറച്ചതിന് 500 ആവും, പിന്നെ അത് 300 ആവും, പിന്നെ അത് 100 ആവും, പിന്നെ അത് വെറുതെ ആവും. അല്ലാഹു കാക്കട്ടെ. അതിനൊന്നും വലിയ ഫലം ഉണ്ടാവില്ല. ഫലം കിട്ടണം, അതിൻ്റെതായ മൂല്യം കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ളത് 501 റുപ്യക്ക് കൊടുക്കുമ്പോൾ 500 റുപ്യക്ക് എല്ലാവരുടെ കയ്യിൽ. നീ ഇവിടുന്ന് നോക്കിയാൽ നടക്കില്ല, നീ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെ കയ്യിലും കൊടുക്കും, എല്ലാവരുടെ കയ്യിലും. പിന്നെ അത് വാങ്ങിച്ചവരെന്നെ പിന്നെയുള്ള നോക്കിയ എന്നാ ഇൻഷാ അല്ലാഹ് നീ കൊടുക്ക്. പെണ്ണുങ്ങളെ ഭാഗത്ത് കൊടുക്കുമോനെ. എന്താ മോനെ? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാ. ഒന്ന് ആ റോട്ടിന്റെ സൈഡിലെല്ലാം ഉള്ളവർ ഇങ്ങോട്ട് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ വലിയ റാഹത്തേനും. ദ്വാരക്കുന്ന മജ്ലിസല്ലേ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന മജ്ലിസാണ്.
إن شاء الله إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇത് വേണ്ട പോലെ ഇത് വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أستغفر الله 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 أستغفر الله. ذكر لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. പതിനൊന്ന് صلاة اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഓളോട് തേമാങ്ങാൻ വേണ്ടി പറഞ്ഞ പഠിപ്പ് വാങ്ങണമെന്ന് തേമാങ്ങണമെന്ന് പറയണം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. രോഗങ്ങൾ ശിഫയാൻ വേണ്ടി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി കുട്ടിക്ക് തർക്കവും കരച്ചിലുമാണ്. അത് മാറ്റാൻ വേണ്ടി പ്രഷർ മാറിക്കിട്ടാൻ വേണ്ടി മകളുടെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി മക്കളുടെ കടം മാറിക്കിട്ടാൻ വേണ്ടി വീട് നിർമ്മിക്കാൻ വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി ഭർത്താവ് കള്ളു കുടിച്ച് വന്ന് ഇന്നും ഉപദ്രവമാണ്. അത് മാറിക്കിട്ടാൻ വേണ്ടി പരീക്ഷകൾ പാസ്സാവാൻ വേണ്ടി നമ്മുടെ സംഘടനയിൽപ്പെട്ട യുവാവിൻ്റെ അനുജന്റെ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി ഇവിടെ മധുരപാനീയം നൽകിയവർക്ക് വേണ്ടി വ്യാപാരികൾ കൊല്ലപ്പെട്ട പോയ സയ്യിദ് റിയാസ് ഉസ്താദിന് വേണ്ടി SLC +2 പരീക്ഷകൾ എഴുതിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാം വിജയത്തിന് വേണ്ടി ഈ സംഘടനയിൽപ്പെട്ട ഇപ്പോൾ ഇന്നലെ മരണപ്പെട്ടു പോയി അവർക്ക് വേണ്ടി 3 വർഷമായി തൊണ്ടയ്ക്ക് സുഖമില്ലാത്ത പലവിധ മരുന്നുകൾ കഴിച്ചു മാറിയിട്ടില്ല എന്നും മാറിക്കിട്ടാൻ വേണ്ടി കച്ചവടം തുടങ്ങാൻ വേണ്ടി സഹോദരൻ 2000 രൂപ വീട് പണി പെട്ടെന്ന് തീരാൻ വേണ്ടി ഉപ്പാൻ്റെ എല്ലാ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി മാനസിക വൈകല്യമുള്ള ഒരു ബുദ്ധിമുട്ട് നനച്ചിന് വേണ്ടി ജോലിയിലും ജീവിതത്തിലും ഖൈറിന് വേണ്ടി കയ്യിൻ്റെ അസുഖം മാറാൻ വേണ്ടി ഇങ്ങനെ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളെ ദ്വാരക്കല്ലേ സമയം الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. റഹ്മാനും റഹീമുമായ രാജനായ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, ഈ കാസർഗോഡ് മൈതാനിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ.
അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വന്ന സർവ്വ പാപങ്ങളും പൊറുക്കണേ റബ്ബേ, സർവ്വദോഷങ്ങളും പൊറുക്കണേ റബ്ബേ. ഖാലിഖായ റബ്ബേ, സർവ്വദോഷങ്ങളും പൊറുക്കണേ റബ്ബേ. പാപികളായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മരണം നന്നാക്കണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, ഇന്നതാ ഗൾഫിലെ ഷാർജയിൽ 2 പേര് വെന്തു മരിച്ചിരിക്കുകയാ. ഞങ്ങളെല്ലാം പലരും യാത്ര ചെയ്യുന്നവരാ. ഞങ്ങളെ മക്കളുണ്ട് റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് റബ്ബേ, ഞങ്ങളെ ബന്ധുമിത്രാദികളുണ്ട് റബ്ബേ. അല്ലാഹുവേ ഇത്തരം വാർത്തകൾ അവരിലേക്ക് നീ കേൾപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ബന്ധുമിത്രാദികളെ ഇങ്ങനെ ഒരു മരണം നീ കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിലേക്ക് തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ മരിച്ചവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, ഞങ്ങളുടെ മരണം നന്നാക്കണേ റഹ്മാനെ. ആരോരുമില്ലാത്തിടത്ത് വെച്ച് മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ വാസനിക്കുന്ന മയ്യത്താക്കല്ലേ റബ്ബേ, കത്തിക്കരിയുന്ന മയ്യത്താക്കല്ലേ, കത്തിക്കരിഞ്ഞ മയ്യത്താക്കല്ലേ റബ്ബേ, വെള്ളത്തിലൊലിച്ച് വരുന്ന മയ്യത്താക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ചതിയിൽ മരിക്കുന്ന അവസ്ഥ തരല്ലേ റബ്ബേ. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, റയീസ് ഉസ്താദ് നമ്മുടെ ഈ അടുത്ത പരിസരത്ത് വെച്ചാ മരണപ്പെട്ടത്. അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, ഒരുപാട് പേര് ഞങ്ങളിൽ നിന്ന് മരിച്ചിട്ടുണ്ട് റബ്ബേ. അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തെ തേടുകയാ റബ്ബേ, നിന്റെ കാരുണ്യത്തെ തേടുകയാ റബ്ബേ. നീ കൈവിടല്ലേ റബ്ബേ, നീ നൽകണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, ഞങ്ങളെ മരണം നന്നാക്കണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ മക്കളുടെ റഹ്മാനെ, ഞങ്ങളെ മക്കളെ മയ്യത്ത് ഞങ്ങളെ കൈകൊണ്ട് കഫൻ ചെയ്യുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളെ കൈകൊണ്ട് ഞങ്ങളെ മക്കളെ ഖബറിടുണ്ടാക്കുന്നൊരവസ്ഥ തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. അപകടങ്ങളിലും അപകട മരണങ്ങളിലും പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് അറിഞ്ഞ മയ്യത്താക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് രോഗികളാണ്, വ്യത്യസ്തമാണ് രോഗങ്ങള്. ക്യാൻസർ വ്യാപിച്ചിരിക്കുകയാ, കിഡ്നി നഷ്ടപ്പെട്ടത് വ്യാപിച്ചിരിക്കുകയാ. ഒരുപാട് രോഗങ്ങള്. ഒരു പെണ്ണിന്റെ വയറ്റിൽ ഗർഭമാണ്, 7-ാം മാസമാണ്. പക്ഷേ വേറൊരു മുഴ വന്നുകൊണ്ടിരിക്കുകയാ. വളരെ ഭയപ്പാടിലാണ് ആ കുടുംബം. ഖാലിഖായ റബ്ബേ, സലാമത്ത് നൽകണേ റഹ്മാനെ. വേറൊരു കുട്ടിയുണ്ട്, ശരീരത്തിലെ തൊണ്ടക്കുഴലില് ഒരു മാർഗവുമില്ലാതെ വലിയൊരു കുഴല് പോലെ നേരെ ഉള്ളിലേക്കാണ്. കുടൽമാലകൾ പോലും വേണ്ടത്ര ഇല്ലത്രേ. അല്ലാഹുവേ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഭയക്കുകയാണ്. ഖാലിഖായ റബ്ബേ, ശിഫയുടെ ബാബ് തുറക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിരവധി പേര് പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. വാതരോഗത്തിലുള്ളവരുണ്ട് റബ്ബേ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് റബ്ബേ, ഹാർട്ട് അറ്റാക്ക് വന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ കാത്തുകൊള്ളണേ റഹ്മാനെ. വാതരോഗം തരല്ലേ റബ്ബേ. അല്ലാഹുവേ വീൽ ചെയറിൽ പോകുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ വടികുത്തി നടക്കുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. കേൾവി ശക്തി നഷ്ടപ്പെട്ടവരാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഒരു സഹോദരന്റെ ചെവിയിൽ എന്തോ ചെറിയ വേദന കൊണ്ടുപോയതാ, പിന്നീട് വരുന്നതാ ഭാഗം മുഴുവൻ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലാ. ഖാലിഖായ റബ്ബേ, കാത്തുകൊള്ളണേ റബ്ബേ. രോഗം തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ, മാറാ വ്യാധി തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ സങ്കടം തോന്നുകയാണ്. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയാ, തങ്ങളെ എനിക്ക് ശരീരത്തിൽ വെള്ളപ്പാണ്ട് തുടങ്ങി, ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, കോളേജിൽ പോവാൻ കഴിയുന്നില്ല. ഖാലിഖായ റബ്ബേ, കാത്തുകൊള്ളണേ റബ്ബേ. നീ അങ്ങനെയുള്ള രോഗങ്ങൾ ഞങ്ങളിലേക്കോ ഞങ്ങളെ സഹോദരങ്ങളിലേക്കോ തരല്ലേ റബ്ബേ. ഞങ്ങളെ അഹ്ലുകാരിലേക്ക് തരല്ലേ റബ്ബേ. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ചികിത്സിച്ച് മാറാത്ത രോഗങ്ങൾ തരല്ലേ റബ്ബേ. അല്ലാഹുവേ ചികിത്സിച്ച് മടുക്കുന്ന ഒരവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ സകലതും വിറ്റ് ചികിത്സിക്കുന്ന ഒരവസ്ഥ തരല്ലേ റബ്ബേ. ഖാലിഖായ റബ്ബേ, കാരുണ്യക്കടലായ റബ്ബേ, എവിടെയെങ്കിലും കിഡ്നി കിട്ടാനുണ്ടോ എന്ന് പരതുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ. 2 കിഡ്നി നഷ്ടപ്പെടുന്നൊരവസ്ഥ തരല്ലേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, ഓർമ്മശക്തി നഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. മൂത്രമൊഴിക്കുന്നത് അറിയാത്ത അവസ്ഥ തരല്ലേ റബ്ബേ.
റബ്ബേ. കാക്ഷിക്കുന്നത് അറിയാത്ത അവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ നീ കാത്തുകൊള്ളണേ റഹ്മാനെ. 3 4 ചേർന്ന് പഠിച്ച് ബാത്റൂമിലേക്ക് പോകുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മറ്റുള്ളവർക്കൊരു ഭാരമാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തിന് ഞങ്ങൾ ഭാരമാക്കല്ലേ റബ്ബേ. ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഭാരമാക്കല്ലേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, കാരുണ്യകടലായ റബ്ബേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ ജയിലിൽ പോയി കാണേണ്ടുന്ന അവസ്ഥ തരല്ലേ റബ്ബേ. പോലീസുകാർ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾ ഒരു ചതിയിലും പെടുത്തല്ലേ റബ്ബേ. കഞ്ചാവിലുള്ള മക്കളാക്കല്ലേ റബ്ബേ. ലഹരി ഉപയോഗിക്കുന്ന മക്കളാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ കേടി ലിസ്റ്റിലുള്ള മക്കളാക്കല്ലേ റബ്ബേ. ഖാലിഖായ റബ്ബേ, കാരുണ്യകടലായ റബ്ബേ. ഒരുപാട് വിദേശത്തുള്ള ഒരുപാട് ചെറുപ്പക്കാര്, വിദേശത്തുള്ള ഒരു സഹോദരൻ അബൂദാബിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് 16 വയസ്സുള്ള 8 കുട്ടികളാണ് കഞ്ചാവ് പിടിവലിക്കുമ്പോ പിടിച്ചിട്ട് പോലീസുകാർ കൊണ്ടുപോയത്. ഖാലിഖായ റബ്ബേ ഞങ്ങളെ മക്കളെ പേര് തരല്ലേ റബ്ബേ. അതിലൊന്നും ഞങ്ങളെ മക്കളെ പേര് വെക്കല്ലേ റബ്ബേ. നീ കാക്കണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണേ റബ്ബേ. ഓർമ്മശക്തി കൊടുക്കണേ റബ്ബേ. തീവ്രവാദികളിൽ പെടുത്തല്ലേ റബ്ബേ. ഭീകരവാദികളിൽ പെടുത്തല്ലേ റബ്ബേ. ഖാലിഖായ റബ്ബേ കാത്തുകൊള്ളണേ റഹ്മാനെ. അല്ലാഹുവേ നീ കാത്തുകൊള്ളണേ റബ്ബേ. വീടില്ലാത്ത നിരവധി പേരുണ്ട് റഹ്മാനെ. ഖാലിഖായ റബ്ബേ കിടന്നുറങ്ങുന്ന വീട് വിൽക്കുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളെ വീട് ബർക്കത്തിന്റെ വീടാക്കണേ റബ്ബേ. ദാരിദ്ര്യം കേറിയ വീടാക്കല്ലേ റബ്ബേ. രോഗം മാറാത്ത വീടാക്കല്ലേ റബ്ബേ. ലക്ഷണം കെട്ട വീടാക്കല്ലേ റബ്ബേ. ശാപം കേറിയ വീടാക്കല്ലേ റഹ്മാനെ. ഖൈറുള്ള വീടാക്കണേ റബ്ബേ. ബർക്കത്തുള്ള വീടാക്കണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ ഒരുപാട് പേര് റഹ്മാനെ സിഹർ കൊണ്ട്, കണ്ണേറ് കൊണ്ട്, റൂഹാനിയുടെ പ്രയാസങ്ങൾ കൊണ്ട് അല്ലാഹുവേ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. ഇപ്പം തന്നെ നീ ബാത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇപ്പം തന്നെ നീ ബാത്തിലാക്കണേ റബ്ബേ. എന്ത് ചെയ്താലും ഒരു നിലക്കും രക്ഷപ്പെടാത്തവരാക്കല്ലേ റബ്ബേ. എന്ത് ചെയ്താലും മുടക്കം വരുന്നവരാക്കല്ലേ റബ്ബേ. ഒരു നിലക്കും രക്ഷപ്പെടാത്ത മക്കളെ തരല്ലേ റബ്ബേ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വിജയത്തിന്റെ എല്ലാ വാതിലും തുറന്നതാ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ കച്ചവടങ്ങൾ ബർക്കത്തിലാക്കണേ. ഞങ്ങളെ ജോലിയിൽ ബർക്കത്തിലാക്കണേ റഹ്മാനെ. വിദേശത്തുള്ള ഒരുപാട് ചെറുപ്പക്കാർ റബ്ബേ ജോലിയില്ലാതെ വരുന്നൊരവസ്ഥ നൽകല്ലേ റബ്ബേ. അവിടെ നിന്ന് പിരിച്ചുവിടുന്നൊരവസ്ഥ നൽകല്ലേ റബ്ബേ. അല്ലാഹുവേ കേസിലും അതുപോലെ മറ്റു പല വിഷയങ്ങളിലും കണിയുന്നൊരവസ്ഥ കൊടുക്കല്ലേ റബ്ബേ. കച്ചവടത്തിൽ ബർക്കത്തിന് ചെയ്യണേ റബ്ബേ. ജോലിയിൽ സ്ഥിരതയും ശമ്പള വർധനവും നൽകണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, കാരുണ്യകടലായ റബ്ബേ. ഈ സംഘടനയെ സ്നേഹിക്കുന്നവരുണ്ട് റബ്ബേ. പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ ഒരുപാട് സഹോദരങ്ങള് 10,000 പറഞ്ഞവരുണ്ട് റബ്ബേ. 5,000 പറഞ്ഞവരുണ്ട് റബ്ബേ. പല തുകകളും തന്നവരുണ്ട് റബ്ബേ. ഖാലിഖായ റബ്ബേ നീ കബൂലാക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റബ്ബേ. നീ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നീ കൈവിടല്ലേ റബ്ബേ. അല്ലാഹുവേ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാ റബ്ബേ. നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ റബ്ബേ. നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാ റബ്ബേ. ഞങ്ങളെ നീ കൈവിടല്ലേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. അല്ലാഹു ഈ സംഘടനയിൽപ്പെട്ട പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളെല്ലാം രോഗികളുണ്ട് റബ്ബേ. പ്രയാസക്കാരുണ്ട് റബ്ബേ. ശിഫയുടെ ബാബ് തുറക്കണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ ഞങ്ങളെ നീ നഷ്ടക്കാരിൽ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ നിരാശയുള്ള മനസ്സ് തരല്ലേ റഹ്മാനെ. എല്ലാവരും ഒന്ന് എണീച്ച്. നിൽക്കാൻ പറ്റാത്തവർ എണീക്കണ്ട, നിൽക്കാൻ പറ്റാത്തവർ എണീക്കണ്ട, അല്ലാത്തവരെല്ലാം എണീക്കുക. നിൽക്കാൻ പറ്റാത്തവർ ഒരു കാരണവശാലും എണീക്കണ്ട. അവരവിടെ തന്നെ ഇരുന്നോട്ടെ, അവരവിടെ തന്നെ ഇരിക്കട്ടെ. നിൽക്കാൻ പറ്റുന്നവരെ മാത്രമേ നിൽക്കണ്ടൂ, അല്ലാത്തവർ നിൽക്കണ്ട. ഒന്ന് മേലോട്ട് നോക്കിയ, ഒന്ന് മേലോട്ട് നോക്കിയ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒന്ന് കൈയൊന്ന് ഉയർത്തിയ പടച്ചോന്റെ അടുത്തേക്ക് ഉയർത്ത്. അള്ളാഹുവല്ലേ തരാനുള്ളൂ, ഓനല്ലേ തന്നിട്ടുള്ളൂ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ എല്ലാ നബിമാരും നിന്നോടാ തേടിയത് റബ്ബേ. എല്ലാ ഔലിയാക്കന്മാരും നിന്നോടാ തേടിയത് റബ്ബേ.
ഇതാ ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാ റബ്ബേ. അല്ലാഹുവേ, ദുആ ചെയ്യുമ്പോൾ അതിന്റെ അദബിൽപ്പെട്ടതാണ് ആകാശത്തേക്ക് കണ്ണുയർത്തല്. അല്ലാഹു ഇതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തിയിരിക്കുകയാ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ വല്ല വിഷയങ്ങളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നീ അല്ലാതെ ഇല്ല റബ്ബേ, ഞങ്ങളെ നീ കൈവിടല്ലേ റബ്ബേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഒരു യത്തീം കുട്ടികളെ കാണാൻ വേണ്ടി പോയപ്പോ എന്റെ കൂടെ 3-4 പൈസക്കാരുണ്ടായി. 3-4 യത്തീം കുട്ടികളാണ്. 4 യത്തീം കുട്ടികളെ പുറത്തേക്ക് വന്നപ്പോ എന്റെ കൂടെയുള്ള ഒരാള് പറഞ്ഞു, തങ്ങളെ ഇവരെ ഭക്ഷണം ചെലവ് ഞാൻ എടുത്തോളാം. വേറെ ആള് പറഞ്ഞു ഇവരെ ഡ്രസ്സിന്റെ പൈസ ഞാൻ കൊടുത്തോളാം. വേറെ ആള് പറഞ്ഞു ഇവരെ ഭക്ഷണത്തിന്റെ പൈസ ഞാൻ കൊടുത്തോളാം. മനസ്സ് വല്ലാതെ പതറിപ്പോയി. ഖാലിഖായ റബ്ബേ, ഞങ്ങളെ മക്കള് മറ്റുള്ളവർ കൊടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥ കൊടുക്കല്ലേ റബ്ബേ. ഞങ്ങൾ മറ്റുള്ളവർ കൈകാട്ടി ജീവിക്കുന്ന ഒരവസ്ഥ തരല്ലേ റബ്ബേ. മറ്റുള്ളവരെ വാതിൽ പോയി മുട്ടിത്തേടുന്ന ഒരവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ആരെ മുന്നിലും തലകുനിക്കുന്ന ഒരവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളെ നീ ദാരിദ്ര്യത്തിലാക്കല്ലേ റബ്ബേ. കഷ്ടപ്പാട് മാറാത്തവരാക്കല്ലേ റബ്ബേ. സങ്കടം മാറാത്തവരാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നീ അല്ലാതൊരു ഇലാഹില്ല റബ്ബേ. നിന്റെ മുന്നിലല്ലാതെ തേടിയിട്ടില്ല റബ്ബേ. നീ അല്ലാതെ രാജാതിരാജനില്ല റബ്ബേ. ഞങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് നീ ഒരു കബൂലാക്കണേ റബ്ബേ. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കല്ലേ റബ്ബേ. ഇത് ഞങ്ങൾ അവസാനത്തെ ദിവസമാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, മീസാൻ ഹസനാത്തിനെ കൊണ്ട് വർദ്ധിപ്പിക്കണേ റബ്ബേ. സിറാത്ത് പാലം എളുപ്പമാക്കണേ റബ്ബേ. ഖാലിഖായ റബ്ബേ, ഞങ്ങളെ നീ കൈവിടല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ കൈവിടല്ലേ റബ്ബേ. ഞങ്ങളെ നീ കൈവിടല്ലേ റബ്ബേ. അല്ലാഹുവേ, ഇന്നൊരു മരണ വാർത്തയുണ്ടായി. രാവിലെ തന്നെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് ഏട്ടൻ മരിച്ചപ്പോ 2 ചെറിയ കുട്ടികളാണ്. ഏട്ടൻ മരിച്ചപ്പോ അനുജൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാം. അങ്ങനെ ഏട്ടത്തിനെ കല്യാണം കഴിച്ചു. ആ 2 കുട്ടികളെ പൊന്നുപോലെ പോറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവനിക്കും ഒരു പ്രസവത്തിൽ 2 കുട്ടികൾ ജനിച്ചു. പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോ ഇവനും അറ്റാക്കിൽ മരിച്ചിരിക്കുകയാ. ഖാലിഖായ റബ്ബേ, അപകട മരണങ്ങളിൽ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, നാട് ഐക്യത്തിന്റെ നാടാക്കണേ റബ്ബേ. ശത്രുതയുള്ള നാടാക്കല്ലേ റബ്ബേ. കലാപമുള്ള നാടാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, സംഘടന ട്രഷറിന്റെ പിതാവ് ഇന്നലെ മരിച്ചിരിക്കുകയാണ്. അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. എല്ലാവരും ഉച്ചത്തില് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലം അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മണി 11 40 ഒരാളെ കൈ അള്ളാഹു സ്വീകരിച്ച കൈയാണ്. ആ കൈ ആരെ കൈയാന്ന് പറയാൻ കഴിയില്ല. പൈന്റ് ഭരണിക്കാരനായിരിക്കും, അല്ലാത്തവനായിരിക്കും, ആർക്കൊന്നും പറയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും മുസാഫത്ത് ചെയ്തിട്ടേ പോകാൻ പറ്റൂ. എന്റെ വാക്കിൽ ആർക്കെങ്കിലും പ്രയാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ പൊരുത്തപ്പെടണം. ആരും കൈപിടിക്കാതെ പോകരുത്. എല്ലാവരും കൈപിടിച്ചേ പോകാൻ പറ്റൂ. കൈപിടിച്ച് പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു ഹദിയ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി വെച്ച പൈസയിൽ നിന്ന് വാങ്ങാൻ എനിക്കൊരു ലജ്ജയുണ്ട്. അതുകൊണ്ട് ഞാൻ വന്ന വണ്ടിക്കും എനിക്കെല്ലാം എന്തെങ്കിലും ഒരു ഹദിയ തരും. അത് നിങ്ങളിൽ നിന്നുണ്ടാവണം. ഏറ്റവും ചെറിയ നോട്ട് എടുക്കല്ല, ഏറ്റവും വലിയ നോട്ട് തന്നെ എടുക്കണം. ഇല്ലാത്തവർ ആരും കൈപിടിക്കാതെ പോകരുത്. എല്ലാവരും കൈപിടിക്കണം. നിങ്ങളുടെ അടുത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അള്ളാഹ്ക്കല്ലാണ്ട് അറിയില്ല. കൈപിടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഹദിയ ഉണ്ടാവണം.